ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസും ജിൻസും ആൻഡ് ഏഞ്ചൽസും ആണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് ലോ റിയലി? ഓക്കെ, ഹോൾഡ് ഓൺ. എല്ലാവർക്കും കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ അത്രയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇനിയിപ്പൊ മാ ഉപയോഗിക്കുന്നത് നോൺ ഹ്യൂമൻ തിങ്സ് എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മാ ഹാദ, മാ ഹാദ, വാട്ട് ഇസ് ദിസ്? ഹാദ ബൈത്തുൻ, ദിസ് ഇസ് എ ഹൗസ്. ആ ഹാദ ബൈത്തുൻ, ഈ ആ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ ആണ്. ഹർഫ് ഇസ്തിഫ്ഹാം എന്നാണ് അതിന് പറയുന്നത്. മായും അതിൽ പെടും. പക്ഷെ മാ എന്ന് പറയുന്നത് വേറെ ഒരുപാട് റോള് പ്ലേ ചെയ്യുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളത് ഹർഫ് ഇസ്തിഫ്ഹാമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ആ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്ന പാർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹർഫ് ഇസ്തിഫ്ഹാം. അപ്പോ ഇത് ഒരു വീടാണോ? ഈസ് ദിസ് എ ഹൗസ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ആ വരുന്നത്. നഅം എന്ന് പറയുന്നത് ഹർഫു ജവാബ്, ആൻസറിങ് പാർട്ടിക്കിൾ ആണ്. യെസ് എന്നാണ് അതിന്റെ മീനിങ്. ഹാദ ബൈത്തുൻ, യെസ് ദിസ് ഇസ് എ ഹൗസ്. മാ ഹാദ, വാട്ട് ഇസ് ദിസ്? ഹാദ കമീസുൻ, ദിസ് ഇസ് എ ഷർട്ട്. മാ ഹാദ സരീറുൻ, ഈസ് ദിസ് എ കട്ടിൽ, കോട്ട്? ഹാദ ലാ, നോ. This is also an answering particle which is called harfu jawab. Hada kursiyun, this is a chair. Ini ahada miftahun, miftahun ennu parnal taakkolanu. La hada kalamun, alla, this is a pen. Ma hada, what is this? Hada najmun, this is a star. So ma is used for asking. Yes, Sabina. മാ നോൺ ലിവിങ് തിങ്സിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാ ഉപയോഗിക്കുന്നത്. ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ഇന്റലക്ട് ഉള്ളതിനെ കുറിച്ച് ചോദിക്കുന്നതിന് വേറെ വാക്കാണ്. അത് വരും ഉടനെ തന്നെ. ഇനി ഇത് എക്സസൈസ് ആണ്. യെസ് യെസ്, പെൻ ഇസ് എ നോൺ ഹ്യൂമൻ തിങ്. അപ്പൊ ഇതില് മാ ഹാദ, ഇത് നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ ഒരു സെപ്പറേറ്റ് എക്സസൈസ് ബുക്ക് വെക്കുക. ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. ബിക്കോസ് ഇപ്പൊ ഇവിടേക്ക് ഇപ്പൊ സ്ഥലമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോട്ട് ഓഫ് എക്സസൈസസ് കമ്മിങ്, സോ യു വോണ്ട് ഹാവ് സ്പേസ് ടു റൈറ്റ് ഇറ്റ്. അപ്പൊ മാ ഹാദ, വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ കീ. അപ്പൊ ഹാദ മിഫ്താഹുൻ. മാ ഹാദ, വാട്ട് ഇസ് ദിസ്? ഹാദ കിതാബുൻ. മാ ഹാദ, ഹാദ കലമുൻ. മാ ഹാദ, ഹാദ ബാബുൻ. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യാം അങ്ങനെ. മാ ഹാദ, ഹാദ ബൈത്തുൻ. മാ ഹാദ, ഹാദ കുർസിയുൻ. ഇനി ഇത് അഹാദ ബൈത്തുൻ. അപ്പൊ ഇത് ഒരു വീടാണോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദിസ് എ ഹൗസ്? അപ്പൊ ഇത് ആണോ? അല്ല. അപ്പൊ ലാ ഹാദ മസ്ജിദുൻ, അല്ല, ഇതൊരു മസ്ജിദാണ്. അഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? നോ. ലാ, ഇതൊരു പേനയാണ്. ഹാദ കലമുൻ. അഹാദ കമീസുൻ, ഇത് യെസ്. നഅം ഹാദ കമീസുൻ. അഹാദ നജ്മുൻ, നഅം ഹാദ നജ്മുൻ. ഈ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാട്ടോ. ഹാദ മക്തബുൻ, ഇത് നിങ്ങൾ ഹറക്ക ഇടാനാണ്. റീഡ് ആൻഡ് റൈറ്റ് ആണ്. ഹാദ മക്തബുൻ. ഹാദ മസ്ജിദുൻ. ഹാദ കലമുൻ. ഹാദ സരീറുൻ. മാ ഹാദ, ഹാദ കുർസിയുൻ. അഹാദ ബൈത്തുൻ. ലാ ഹാദ മസ്ജിദുൻ. ഇതറിയാലോ. നോ, ദിസ് ഇസ് എ മസ്ജിദ്. മാ ഹാദ, വാട്ട് ഇസ് ദിസ്? ഹാദ മിഫ്താഹുൻ, ദിസ് ഇസ് എ കീ. See, this all depends on you. എവിടെ ഇത് എഴുതണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബിക്കോസ് നിങ്ങളാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ഇത് ആൾക്കാർക്ക് കാണിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ. അപ്പൊ ഞാൻ പറഞ്ഞത് വൊക്കാബുലറിക്ക് ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് വേണം, റൂൾസിന് വേറെ സെപ്പറേറ്റ് നോട്ട്ബുക്ക് വേണം, പുതിയ പുതിയ ടെർമിനോളജീസ് ഞാൻ പറയുമ്പോൾ അത് എഴുതാനായിട്ട് അത് വേണമെങ്കിൽ വൊക്കാബുലറി ബുക്കിന്റെ ഒരു സൈഡിൽ നിന്ന് എഴുതുക പുതിയ ടെർമിനോളജീസ്, ഇപ്പുറത്തെ സൈഡിൽ വൊക്കാബുലറി എഴുതുക. പിന്നെ പുതിയ ടെർമിനോളജീസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തലയിൽ കയറും. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം വരില്ല. പക്ഷെ പുതിയ ടെർമിനേഷൻ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ പുതിയതും നമ്മൾ സൈഡിൽ എഴുതണം. പിന്നെ അതേപോലെ തന്നെ എക്സസൈസിന് വേറൊരു നോട്ട്ബുക്ക് വേണം, അത് എഴുതണം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലും 12ലും ഒക്കെ പഠിക്കുന്ന പോലെ പഠിക്കണം. അൽഹംദുലില്ലാഹ് ഇന്ന് ബുക്ക് 1, ഈ ഒരു ബുക്ക് ഇന്ന് ഞാൻ തീർത്തു ഫസ്റ്റ് ബാച്ചിന്. ഇറ്റ് ടുക്ക് 40 days, 40 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു.
40 ദിവസം കൊണ്ട് ഈ പുസ്തകം തീർത്തു. അൽഹംദുലില്ലാ. ഭയങ്കര അടിപൊളി സ്മാർട്ട് സ്റ്റുഡൻസ് ഐ ഹാവ് ഗോട്ട്. ഞാൻ വിചാരിച്ച് പകുതി വഴി വെച്ച് ഇട്ടിട്ട് പോകുന്നു, പക്ഷെ ആരും പോണില്ല. അൽഹംദുലില്ലാ. അല്ലാഹുവേ. എനിവേസ്, കുറെ പേരൊക്കെ ആദ്യമേ പോയി, പക്ഷെ പിന്നെ ആ ഗ്രിപ്പ്, ആ ട്രാക്കിൽ ഈ അറബിക്ക് പഠിച്ചു തുടങ്ങുമ്പോ എന്താ വെച്ചാൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വരണോ, അത് കൺഫ്യൂസിങ്, ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ കയറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മൂഡിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ബിഗിനിങ് സ്റ്റേജ്, ആ തുടക്കത്തില്. പക്ഷെ ഇത് നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്, ഈ ഒരു സ്റ്റേജ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി. ഈ ലോകത്ത് എല്ലാവരും, ഒരുപാട് പേര് ഉണ്ട് ഈ ലോകത്ത്, അറബി അറിയാവുന്നവരും പഠിക്കുന്നവരും നോർമൽ ബുദ്ധിയുള്ള ആൾക്കാർ. നമുക്കും അത്യാവശ്യം ബുദ്ധിയൊക്കെ പഠിച്ചു തന്നിട്ടില്ലേ. ഇത് ബാലി കയറാൻ മലയൊന്നും അല്ല ഇത്. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു 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 ടീച്ചിങ് പീരീഡ് ഉണ്ട്. ഒരു പുതിയ സാധനമാണ് ഇത്, ടോട്ടലി ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് ന്യൂ, എവറിത്തിങ് ഈസ് ന്യൂ. അപ്പൊ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ബോംബുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ ഓവർകം ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്തോട് കൂടി നിൽക്കണം. ഓക്കെ, ഇനി ഇച്ചിരി കട്ടിയായി തോന്നിയാലും ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് കയറും. അപ്പോഴാണ് നമുക്ക് ഇതാണ് സംഭവം എന്നൊന്നും മനസ്സിലായി വരാൻ കുറച്ച് സമയം കൊടുക്കണം. ആ സമയം കൊടുക്കാൻ പറ്റാത്തത് ആദ്യമേ ഇട്ടിട്ട് പോകും. പിന്നെ ആ സമയം കിട്ടി അതിന്റെ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് ലവിങ് ഇറ്റ്. ഓക്കെ, സി, നിങ്ങൾ ഈ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ പക്ഷേ സിയാന. നിങ്ങള് ബേസിക് കോമൺ സെൻസ്, വാട്ട് ന്യൂ വേർഡ്സ് you want to write, whatever you don't know, any vocabulary you don't know, you write it down in your notebook. You don't have to ask anyone about it. നിങ്ങൾക്ക് ഏതാണ് ടഫ് ആയിട്ടുള്ള പുതിയ വേർഡ്സ് തോന്നണം, അത് നിങ്ങളുടെ വൊക്കാബുലറി ബുക്കിൽ എഴുതുക. ഇതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ. നോ ദിൽഷാദ്, ഇത് നമ്മള് ആ വൊക്കാബുലറി ബുക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി തന്നാണ്. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് വിത്ത് ദാറ്റ്. ഏതൊക്കെ പുതിയ വൊക്കാബുലറി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, അത് എഴുതി വെക്കുക. അതെനിക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമാണോ? യു ജസ്റ്റ് റൈറ്റ് വാട്ട് എവർ ഈസ് ഹാർഡ് ഫോർ യു. നമുക്ക് അറിയാവുന്ന എഴുതണ്ട, അറിയാൻ പാടില്ലാത്ത എല്ലാം എഴുതി വെക്കുക. അതിപ്പോ എന്ത് മണ്ടത്തരമായാലും അറിയാൻ പാടില്ലാത്തത് നമ്മൾ എഴുതി വെക്കുക. വൊക്കാബുലറി ബുക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. ചില വൊക്കാബുലറി നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ആരോടും ചോദിക്കണ്ട, മേ ബി യു ക്യാൻ ചെക്ക് ദാറ്റ് ബുക്ക് ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ്. അതൊരു ഇൻഫർമേഷൻ, ഒരു ഡിക്ഷണറി പോലെ തന്നേക്കാണ്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ഫോർ യു ടു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. യു ലേൺ ഇറ്റ്, ഈ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അന്നത്തെ വൊക്കാബുലറി എഴുതി പഠിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോ ഇനി ഹ്യൂമൻ ബീങ്സിനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് മൻ. ആദ്യം നോൺ ഹ്യൂമനെയാണ് മ. അപ്പൊ മൻ ഹാദ, ഹൂ ഇസ് ദിസ്? ഹാദ തബീബുൻ, തബീബ് എന്ന് പറഞ്ഞ ഡോക്ടർ. മൻ ഹാദ, ഹൂ ഇസ് ദിസ്? ഹാദ വലദുൻ, വലദ് എന്ന് പറയുന്നത് ബോയ്. മൻ ഹാദ, ഹാദ താലിബുൻ, ദിസ് ഇസ് എ സ്റ്റുഡന്റ്. അഹാദ വലദുൻ, is this a boy? La, hada rajulun, this is a man. Ma hada, what is this? Hada masjidun, this is a masjid. ഇത് സാധനമായതുകൊണ്ട്, നോൺ ഹ്യൂമൻ ആയതുകൊണ്ടാണ് ഇത് മാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് മൻ ഹാദ. ഹൂ ഇസ് ദിസ്? ഹാദ താജിറുൻ. താജിറുൻ എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഹ്യൂമൻ എന്ന് പറയുന്നത് ഏഞ്ചൽസ്, ജിൻസ് ആൻഡ് ഹ്യൂമൻസ്, ഹ്യൂമൻ ലിവിങ് തിങ്സ് എന്നുവെച്ചാൽ ഇന്റലക്ട് ഉള്ള ആൾക്കാരെയാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് ബേസിക്കലി അറബിക്കില്. ഹാദ കൽബുൻ, ദിസ് ഇസ് എ ഡോഗ്. കൽബ് എന്ന് പറഞ്ഞ ഡോഗ്. താജിർ എന്ന് പറഞ്ഞ മെർച്ചന്റ്, ബിസിനസ് ചെയ്യുന്ന ആള്, ബിസിനസ് മാൻ. അഹാദ കൽബുൻ, ഇസ് ദിസ് എ ഡോഗ്? ലാ, ഹാദ കിത്തുൻ. കിത്തുൻ എന്ന് പറഞ്ഞ പൂച്ച. ഇതൊരു പട്ടിയാണോ? അല്ല, ഇതൊരു പൂച്ചയാണ്. ഹാദ ഹിമാറുൻ, ദിസ് ഇസ് എ ഡോങ്കി. താലിബുൻ മീൻസ് സ്റ്റുഡന്റ്. അഹാദ ഹിമാറുൻ, ഇസ് ദിസ് എ ഡോങ്കി? മാൻ ഈസ് യൂസ്ഡ് ഫോർ ലിവിംഗ് തിങ്സ്. മാൻ ലിവിംഗ് തിങ് അല്ലേ നേഹ? യു ടെൽ മീ. അഹാദ ഹിമാറുൻ, ഇസ് ദിസ് എ ഡോങ്കി? ലാ, ഹാദ ഹിസാനുൻ, ദിസ് ഇസ് എ ഹോഴ്സ്, കുതിര. Man is a living thing or not, Neha? Tell me. Ahada himarun. ഞാൻ പറഞ്ഞു ലിവിംഗ് തിങ് എന്ന് ഉദ്ദേശിക്കുന്നത് exactly it has intelligence. Man has intelligence, so it comes under human. It comes under man. Oh, sorry Neha. Man എന്ന് ഒരു ഡബിൾ തന്നെ എഴുതണ്ടേ?
സുബ്ഹാനല്ലാ. സോറി നേഹ. മൻ എന്ന് പറയുന്നത് ലിവിങ് തിങ്സ് ആണ്. ഞാൻ വിചാരിച്ചു ഇത്രയും മണ്ടൻ ചോദ്യം ചോദിക്കാൻ പറ്റിയ ആരാണുള്ളത് ഞാൻ വിചാരിച്ചിട്ടോ. ക്ഷമിക്കുക, ഞാൻ അങ്ങനെ വിചാരിച്ചു. Forgive me please. അഹാദ ഹിമാറൻ, is this a donkey? La hada hisanun. No, this is a horse. റജുലുൻ എന്താണ് ചോദ്യം മനസ്സിലല്ലേ? റജുലുൻ what? റജുലുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, a man. He is a man. Okay. വമാ ഹാദ and what is this? ഈ വാ വന്നിരിക്കുന്നുണ്ട്. വാ എന്ന് പറയുന്ന അത്തഫ് ആണ്. അത്തഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ടിങ് പാർട്ടിക്കിൾ ആണ്. രണ്ട് സെന്റൻസിൽ അല്ലെങ്കിൽ രണ്ട് വേർഡ്, ഇപ്പൊ നമ്മളില്ലേ a book and a pencil and a pen, അപ്പൊ and എന്നിടില്ല. ആ ആൻഡിന് അറബിക്കിൽ പറയുന്നതാണ് വാ. And what is this? ഹാദ ജമലുൻ. This is a camel. ഇന്ന് കുറെ വൊക്കാബുലറി ഉണ്ട് കേട്ടോ, എഴുതി പഠിച്ചോളണേ. മാ ഹാദ, what is this? ഹാദ ദീക്കുൻ. ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവങ്കോഴി, റൂസ്റ്റർ. മൻ, കണ്ട ഇതിന് മായാണ് പറഞ്ഞേക്കണേ. ഇത് നോൺ ലിവിങ് തിങ്ങിൽ പെടും. മൻ ഹാദ, ഹാദ മുദരിസുൻ. ദിസ് ഇസ് എ ടീച്ചർ. അഹാദ കമീസുൻ. ഈസ് ദിസ് എ ഷർട്ട്? ലാ ഹാദ മിന്ദീലുൻ. ഏതാണ്? ഇതാണോ? മാ ഹാദ, what is this? ഹാദ ദീക്കുൻ. ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവങ്കോഴി. മൻ ഹാദ, who is this? ഇത് what is this ആയിരുന്നു. ഇത് മൻ എന്ന് പറയുമ്പോ who is this? Really? ഹാദ മുദർരിസുൻ. This is a teacher. അഹാദ കമീസുൻ. Is this a shirt? Wa means and. and അഹാദ കമീസുൻ. മിന്ദീലുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എത്തിയില്ലല്ലോ. അഹാദ കമീസുൻ. ഈസ് ദിസ് എ ഷർട്ട്? ലാ ഹാദ മിന്ദീലുൻ. മിന്ദീലു എന്ന് പറഞ്ഞാൽ കർച്ചീഫ്. കർച്ചീഫ് ഇല്ലേ? ഓക്കെ. ഇനി ഇത് റീഡ്. ഇതുവരെ വല്ല ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. മാ ഹാദ, ഹാദ കലമുൻ. ഇത് റീഡ് ആൻഡ് റൈറ്റ് ആണ്. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ പെൻ. ഹാദ കൽബുൻ. ദിസ് ഇസ് എ ഡോഗ്. മൻ ഹാദ, ഹൂ ഇസ് ദിസ്? ഹാദ തബീബുൻ. ദിസ് ഇസ് എ ഡോക്ടർ. ഇതിൽ ഹറക്ക ഇടണം കേട്ടോ. ഉന്നാണോ അന്നാണോ ഇന്നാണോ എന്നുള്ളത് നമ്മളിപ്പോ ഉൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഹാദ ജമലുൻ. ഇതൊരു ക്യാമലാണ്. അഹാദ കൽബുൻ. ഈസ് ദിസ് എ പട്ടി, എ ഡോഗ്? La hada kittun. No, this is a pucha, dog. Alla pucha, cat. Ahada hisanun. Is this a horse? La hada himarun. No, this is a donkey. Ahada waladun. Is this a boy? Naam, yes. Ini ഇവിടെ എന്താണ്? Ahada deekun. Is this a rooster, പൂവങ്കോഴി? Naam, yes. Hada mindilun. This is a kerchief. Man hada, who is this? Hada rajulun. Dr. Tabibun. Tabibun. Okay, ini dalika. Hisanun kudira. A is used for living and എന്താണ് എനിക്ക് മനസ്സിലായി. should we write the meaning along with see, ഇതെല്ലാം up to you. It's all up to you how to write it. If you want, you can write. means for living. yeah. general ആയിട്ട് യൂസ് ചെയ്യുന്നതാ. ഇനി ദാലിക എന്ന് പറയുന്നത് ഹാദ നമ്മൾ പഠിച്ചില്ലേ? ഇസ്മുൽ ഇഷാര എന്ന് പറഞ്ഞില്ലേ? ഇസ്മുൽ ഇഷാര കുറെ ഉണ്ട്. ഓക്കെ. അതില് ഹാദ എന്ന് പറയുന്നത് ഒരു ഇസ്മുൽ ഇഷാര, സിംഗുലർ മാസ്കുലിൻ. ദാലിക്കയും സിംഗുലർ മാസ്കുലിൻ ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ്ങും പേർപ്പസും മാത്രമാണ്. ഇതിന്റെ ഹാദയുടെ മീനിങ് ദിസ് എന്നാണ്, ദാലിക്കയുടെ മീനിങ് ദാറ്റ് എന്നാണ്. അപ്പൊ ദിസ് ഹാദ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സാധനം ചൂണ്ടിക്കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ദാലിക്ക എന്ന് പറയുന്നത് നമ്മുടെ ദൂരെയുള്ള ഒരു സാധനം ചൂണ്ടിക്കാണിക്കാനാണ് ദാലിക്ക ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാദയും ദാലിക്കയും തമ്മിലുള്ള മിക്സ് ആൻഡ് മാച്ച് സെന്റൻസസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായിക്കോളും. ഈ ദാലിക്ക എന്ന് പറയുന്നത് ഇസ്മുൽ ഇഷാര തന്നെയാണ്.
ഹാദയുടെ എല്ലാ സാധനങ്ങളും ദാലിക്കയിലും ആപ്ലിക്കബിൾ ആണ്. അത് മബിനിയാണ്, അത് മാരിഫയാണ്, അത് സിംഗുലർ ആണ്, അത് മാസ്കുലിൻ ആണ്. All I can come as mubtada. All that stuff same. Dalika means that. Apo ma dalika, what is that? Ma hada nu പറഞ്ഞാ what is this? Ma dalika nu പറഞ്ഞാ what is that? Dalika najmun, that is a star. അത് ദൂരെയാണ് ആ സ്റ്റാറിനെ വെച്ചേക്കണം. കണ്ടാ? Hada masjidun, this is a masjid. Wa, and Dalika baitun, that is a house. Hada hisanun, this is a horse. And wa Dalika himarun, that is a donkey. Adalika kalbun, is that a dog? La, Dalika kittun. ആരുടെയൊക്കെ വീഡിയോ ഓൺ ആണ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ, ഓഫ് ചെയ്യുക, ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. Adalika kalbun, la Dalika kitun. Is that a dog? No, Dalika kitun, that is a pucha. Ma Dalika, what is that? Dalika sarirun, that is a cot. Man ini mix and match ആണ്. Man hada wa man Dalika. Who is this and who is that? ഇതെല്ലാം മനുഷ്യരാണ്, അതുകൊണ്ടാണ് മൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ who is this, who is that? No, who is this, who is that? ഹാദ മുദരിസുൻ, ഇതൊരു ടീച്ചർ, മുദരിസ് എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഹാദ മുദരിസുൻ വ, ആൻഡ് ദാലിക ഇമാമുൻ, ഇത് പള്ളിയിലെ ഇമാമാണ്. മാ ദാലിക, വാട്ട് ഇസ് ദാറ്റ്? ഇപ്പൊ ദാറ്റ് എന്ന് ഓർത്തോ, ഇപ്പൊ ദാലിക്കയുടെ മീനിങ് ഓർക്കണമെങ്കിൽ ദാലിക ദാറ്റ്. ഓക്കെ, ദാലിക ഹജറുൻ, ഹജർ എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്, കല്ല്. മാ ഹദാലിക ദാലിക ഹജറുൻ. ഹാദ സുക്കറുൻ, ദിസ് ഇസ് ഷുഗർ, ഇത് പഞ്ചസാരയാണ്. വ ദാലിക ലബനുൻ, ആൻഡ് ദാറ്റ് ഇസ് മിൽക്ക്. ലബൻ എന്ന് പറയുന്ന മിൽക്കാണ്. വ എന്ന് പറയുന്ന ആൻഡ്. ഇനി ഹാദ സുക്കറുൻ വ ദാലിക ലബനുൻ, ദിസ് ഇസ് ഷുഗർ. വ മൻ, വ മീൻസ് ആൻഡ്. വേറെ എവിടെയാണ് വ മൻ വന്നേക്കണേ? വ എന്ന് പറഞ്ഞ ആൻഡ്, മൻ എന്ന് പറഞ്ഞ ഹൂ. ഹാദ സുക്കറുൻ വ ദാലിക ലബനുൻ. മാ ആൻഡ് മൻ, മാ ആൻഡ് മൻ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യനിൽ വരണമെന്ന് നമ്മൾ വാശിയൊന്നും പിടിക്കണ്ട. മാ ഹാദ ചോദിക്കുക, മൻ ഹാദ ചോദിക്കുക. അതാരാണ്, വാട്ട് ഇസ് ദിസ് ആൻഡ് ഹൂ ഇസ് ദിസ്, അത്രേ ഉള്ളൂ. വരും കുറെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ, ഇതിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. Isma clear ആയ? Ma and mums, you don't have to come together in a sentence. It's not necessary. മായുടെ മീനിങ് വാട്ട് എന്നാണ്, മൻ എന്ന് പറഞ്ഞാൽ ഹൂ എന്നാണ്. അത് മൻ ഹാദ അല്ലെങ്കിൽ മാ ഹാദ ചോദിക്കാം. That's okay. Isma clear? മൻ ദാലിക. ഇനി കുറെ ചോദ്യങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ വരും ഇനിയുള്ള ഒന്ന് രണ്ട് ചാപ്റ്ററിൽ. മൻ ദാലിക, ഹൂ ഇസ് ദാറ്റ്? ദാലിക ഇമാമുൻ. Come like that also. Yes, that means it will come like that also. Yeah. Dalika imamun, that is an imam. Ma hada, what is this? Hada hajarun, this is a stone. Adalika kitun, is that a cat? La dalika kalbun, no, that is a dog. ഇനി ഇതില് ഓരോ ചാപ്റ്ററിന്റെ അവസാനം പുതിയ വാക്കുകളിൽ കുറച്ച് ലിസ്റ്റ് ഉണ്ടാവും. ഇമാമുൻ നമുക്കറിയാം, ഇമാം പള്ളിയിലെ ഇമാം. ഹജറുൻ സ്റ്റോൺ, സുക്കറുൻ പഞ്ചസാര, ലബനുൻ പാല്. ഓക്കെ, ഇതുവരെ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടോന്ന് പറയൂ. കിത്തുൻ, കിത്തുൻ അതിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ദാ ഇവിടെ എഴുതിയിരിക്കുന്നു കിത്തുൻ. ദാ ദിൽഷാദ് കിത്തുൻ. യെസ്, ശ്രദ്ധയുണ്ട്. ജമലുൻ ഡോങ്കി, ക്യാമൽ.
camel, camel. എനിക്ക് മനസ്സിലായില്ല. Is man is using to yes, man is used for living things, that is humans നൊക്കെ. Okay, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Can I go to the next chapter? Okay, alhamdulillah, Fasila. Okay, Baitun, Nakira word, a house. Al Baitu, the house. Marifa word, Kalamun. Yeah, Kalamun, a pen. Al Kalamu, the pen. Kalamun is Nakira, Al Kalamu is Marifa. Kitabun is Nakira, Al Kitabu is Marifa. Jamalun is Nakira, Al Jamalu is Marifa. Kitabun is a dog, Al Kitabu is the dog. Jamalun is a camel, Al Jamalu is the camel. All right. ഇനി പുതിയൊരു സാധനം. ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേറെ സാധനം നോക്കാണ്. ബിസ്മില്ലാഹ്. ഹാൻഡ് ഔട്ടിലേക്ക് പോകുന്നു. ഹാൻഡ് ഔട്ടില് പേജ് നമ്പർ ഇതിലേക്ക് വരാം. പേജ് നമ്പർ 5 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. പേജ് നമ്പർ 4 ആണ്. ഈ അറബിക്കില് ലിസൺ ടു മീ, ഓക്കെ? ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കാം. അറബിക്കില് 2 ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇപ്പത്തെ നമ്മുടെ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് there are 2 types of sentences in Arabic. ഒന്ന് ജുംല ഇസ്മിയ, ഒന്ന് ജുംല ഫീലിയ. See this, ഇവിടെ എഴുതിയിട്ടുണ്ട്. ജുംല is al jumlatu al ismiyatu, al jumlatu al fi'liyatu. All right, ജുംല എന്ന് പറഞ്ഞാൽ സെന്റൻസ് എന്നാണ് മീനിങ്. ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസമിന്റെ ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ it is a sentence which is starting with a noun. ഒരു noun വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജുംല ഫീലിയ എന്ന് പറഞ്ഞാൽ ഒരു ഫെയില് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ജുംല ഫീലിയ എന്ന് പറയുന്നത്. ഈ ഫെയിൽ എന്ന് പറയുന്നത് വേർബ് ആണ്. ഫീൽ എന്ന് പറഞ്ഞാൽ വേർബ് എന്നാണ് അർത്ഥം. അപ്പൊ ബേസിക്കലി അറബിക്കില് 2 ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട്. ഒന്ന് ജുംല ഇസ്മിയ, ഒന്ന് ജുംല ഫീലിയ. ജുംല ഫീലിയ നമ്മൾ പഠിക്കുന്നേ ഇല്ല ഇപ്പൊ തൽക്കാലം. ഓക്കെ, ഈ ബുക്കിലെ നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്നുണ്ട്, ഇപ്പൊ പഠിക്കുന്നില്ല. ജുംല ഇസ്മിയാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജുംല ഇസ്മിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെന്റൻസ് വിച്ച് ഇസ് സ്റ്റാർട്ടിങ് വിത്ത് നൗൺ. അതാണ് പോയിന്റ്. ഇനി ജുംല ഇസ്മിയക്ക് 2 ഇമ്പോർട്ടന്റ് ഭാഗങ്ങളുണ്ട്, 2 പാർട്സ് ഉണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും ഉണ്ടായാലാണ് ഒരു ജുംല ഇസ്മിയ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ജുംല ഇസ്മിയയുടെ 2 പാർട്ടിന് 2 പേരുണ്ട്. ആദ്യം ഒരു ജുംല ഇസ്മിയയിലെ ആദ്യം വരുന്ന വാക്ക്, ആ നൗൺ, അതിന് പറയുന്നത് മുബ്തദ എന്നാണ്. മുബ്തദ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഹാദ മുബ്തദയായിട്ട് വരും, ദാലിക മുബ്തദയായിട്ട് വരും എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിയോ, മുബ്തദ ഉൻ. കണ്ട, മുബ്തദ ഉൻ എന്ന് വെച്ചാൽ മെയിൻലി സബ്ജക്ട് എന്ന് പറയാം. അത് കൂടാതെ തന്നെ ബിഗിനിങ്ങിൽ വരുന്നത്, ആ ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്ന വാക്ക്, അതാണ് മെയിൻ ആയിട്ട് മുബ്തദയുടെ മീനിങ് വരുന്നത്. ഇറ്റ് ഇസ് ക്യാൻ ബി ദ സബ്ജക്ട് ഓൾസോ, ഇറ്റ് ഇസ് എ സബ്ജക്ട് ഓൾസോ. അപ്പോ മുബ്തദ എന്ന് പറയുന്നത് ആദ്യം വരുന്ന വാക്കും ആ മുബ്തദയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്ന അടുത്ത വാക്ക് ഈസ് കോൾഡ് ഖബർ. ഇവിടെ ഖബറുൻ കണ്ട. അപ്പോ ജുംല ഇസ്മിയ is a sentence, noun which start ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. അതിന്റെ ആദ്യം തുടങ്ങുന്ന സെന്റൻസിന് നമ്മൾ അറബിക്കിൽ ഒരു ടെർമിനോളജി പറയുന്നത് മുബ്തദ എന്നാണ്. അതേപോലെ ആ രണ്ടാമത് വരുന്നത് എന്ന് വെച്ചാൽ മുബ്തദയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയുന്ന നെക്സ്റ്റ് വേർഡിന് നമ്മൾ പറയുന്നത് ഖബർ എന്നാണ്. ഖബറുൻ മുബ്തദ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ മുബ്തദ ഖബർ എന്ന് പറയുന്നു. എഴുതുമ്പോൾ മുബ്തദ ഉൻ ഖബറുൻ എഴുതുക, അല്ലെങ്കിൽ അൽ മുബ്തദ ഉ അല്ലെങ്കിൽ അൽ ഖബറു എന്ന് എഴുതണം. ബിക്കോസ് അല്ലും തന്മീനും ജോയിൻ തമ്മിൽ അടി ആയതുകൊണ്ട് അല്ല് വരുമ്പോ തന്മീൻ മാറ്റും, തന്മീൻ വരുമ്പോ അല്ല് മാറ്റും. യു നോ ദാറ്റ്. അപ്പൊ ജുംല ഇസ്മിയക്ക് 2 ഭാഗം, ആദ്യം വരുന്നത് മുബ്തദ, പിന്നെ വരുന്നത് ഖബർ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പേപ്പറിൽ ഒരു സൈഡിൽ മുബ്തദ എഴുതുക, ഇപ്പുറത്തെ സൈഡിൽ ഖബർ എഴുതുക.
മുബ്തദയ്ക്കും ഖബറിനും രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അത് ഒരു സെന്റൻസ് നമുക്ക് കിട്ടുമ്പോൾ ഇത് മുബ്തദയാണ് ഇത് ഖബറാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ മുബ്തദയുടെ കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബ്തദ ഈസ് ഓൾവേസ് മർഫൂ. മുബ്തദ എപ്പോഴും മർഫൂ ആയിരിക്കും. മർഫൂ എന്ന് പറഞ്ഞാൽ ഡബിൾ ദമ്മ അല്ലെങ്കിൽ സിംഗിൾ ദമ്മയായിരിക്കും മുബ്തദ. Point number 1, it is always marfu. Point number 2, it is mostly ma'rifa. എന്ന് വെച്ചാൽ 99% of the time മുബ്തദ will be definite ma'rifa. പിന്നെ അറബിക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന റൂൾ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ റൂൾസ് പതുക്കെ നേരെ തിരിയും കേട്ടോ. അപ്പൊ എക്സ്പെക്ട് ദ വേർസ്റ്റ്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്ന് പറയില്ലേ. The rules keep changing once you grow, once you learn more and more and more, the rules correct change ചെയ്തോണ്ടിരിക്കും. അപ്പൊ മുബ്തദയുടെ കണ്ടീഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പോയിന്റ് നമ്പർ 1, it is always marfu. Point number 1 is always marfu. Point number 2, it is mostly ma'rifa. Mostly 99.9% it is ma'rifa. Change പിന്നെ വരും. ഇപ്പൊ മനസ്സിലാക്കുക, it is mostly ma'rifa. Point number 3, it comes first in the sentence. ഇനി ഖബറിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് പറയാം. It is always marfu. Same like മുബ്തദ, ഖബറും always marfu ആയിരിക്കും. Point number 2, ഖബർ is mostly nakira. മുബ്തദ mostly മാരിഫ ആയിരുന്നു, definite. But khabar is mostly indefinite, that is nakira. Point number 3, it comes after the mubtada or later. ഇപ്പൊ മുബ്തദയുടെ അടുത്ത് തന്നെ അത് വരണമെന്നില്ല. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സിമ്പിൾ സെന്റൻസസ് ആണ്, അപ്പൊ മുബ്തദയുടെ അടുത്ത് തന്നെ വരും. കുറെ കഴിയുമ്പോൾ സെന്റൻസസ് വലുതാവുമ്പോൾ it can come in the end of the sentence or middle of the sentence or top of the sentence or wherever. Okay, അപ്പൊ mubtada comes in the beginning, khabar comes second or later, and khabar is the news about the mubtada, information about the mubtada. Okay, now I'll repeat again. അറബിക്കില് രണ്ട് ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട്. ജുംല ഇസ്മിയ ഉണ്ട്, ജുംല ഫീലിയ ഉണ്ട്. നമ്മൾ ജുംല ഫീലിയ പഠിക്കുന്നില്ല, ജുംല ഇസ്മിയ ഇപ്പൊ പഠിക്കണം. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a sentence which starts with noun. ഒരു noun വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെയാണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. ആ നൗണിന്റെ ജുംല ഇസ്മിയക്ക് രണ്ട് ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ട്. ഒന്ന് മുബ്തദ, ഒന്ന് ഖബർ. മുബ്തദ എന്ന് പറയുന്നത് ആ സെന്റൻസിന്റെ ആദ്യം വരുന്ന വേർഡ് ആണ് മുബ്തദ, ആൻഡ് ഇറ്റ് ഇസ് എ സബ്ജക്ട് ഓൾസോ. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി ദ സബ്ജക്ട് ഓൾസോ. രണ്ടാമത്തത് അതിനുശേഷം വരുന്നത് ആ മുബ്തദയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ള വേർഡ് ആണ് ഖബർ എന്ന് പറയുന്നത്. അപ്പൊ മുബ്തദയും ഖബറും ആണ് ജുംല ഇസ്മിയയുടെ രണ്ട് ഭാഗങ്ങള്. ഇനി മുബ്തദയും ഖബറും ഒരു സെന്റൻസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ മുബ്തദയുടെ കണ്ടീഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് മർഫു, ഇറ്റ് ഇസ് മോസ്റ്റ്ലി മാരിഫ, ആൻഡ് ഇറ്റ് കംസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ്. ഇനി ഖബറിന്റെ കണ്ടീഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് മർഫു, ഇറ്റ് ഇസ് മോസ്റ്റ്ലി നക്കിറ, ആൻഡ് ഇറ്റ് കംസ് സെക്കൻഡ് or later in the sentence, and also there is another condition, it is the news or information about the mubtada. Clear ആണോ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി 4 മിനിറ്റ് ഉണ്ട് ക്ലാസ്സിന്, ചോദിച്ചോ. 40 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ കട്ടാവും. What should I repeat, Mohsina? No. We didn't say marfu and ma'rifa come. We did say tanween and al do not come together. Tanweenum allum. Tanween എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ദമ്മ, ഡബിൾ ഫത്ത, ഡബിൾ കസറ. അതും അല്ലും ഒരുമിച്ച് വരൂല എന്നാ പറഞ്ഞ. സെക്കൻഡ് കണ്ടീഷൻ ഓഫ് ഖബർ ഇസ് ഇറ്റ് ഇസ് മോസ്റ്റ്ലി നക്കിറ. അല്ലും തന്മീനും ഒരുമിച്ച് വരില്ല എന്നാ പറഞ്ഞത്. അല്ല് വന്നു കഴിയുമ്പോ സിംഗിൾ ആവും, ദമ്മയാണെങ്കിലും ഫത്തയാണെങ്കിലും കസറയാണെങ്കിലും. ബട്ട് തന്മീൻ ഉണ്ടെങ്കിൽ അല്ല് വരൂല ആ വേർഡില്. അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടം പോലെ വരുന്നുണ്ട് ഷഫീഖ്, ഡോണ്ട് വറി, ഇഷ്ടം പോലെ വരുന്നുണ്ട്.
ഇത് ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തന്നതാണ്. ഇനി എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിറച്ച എക്സാമ്പിൾസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ബെസ്റ്റ് തിങ് ഇതാണ്. ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് എന്ത് കോൺസെപ്റ്റ് പഠിപ്പിച്ചാലും അതിന്റെ എല്ലാ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഇഷ്ടം പോലെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ആദ്യം ഇപ്പൊ ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിലെ വൊക്കാബുലറി മുഴുവൻ പഠിക്കുക, എക്സസൈസ് എല്ലാം ചെയ്യുക വേറെ ബുക്കിലേക്ക്. അതേപോലെ തന്നെ റൂൾസ് ബുക്കിലേക്ക് റൂള് ഇപ്പൊ മുത്തതയുടെ റൂൾ എന്താണ്, ഖബറിന്റെ റൂൾ, ഇതെല്ലാം വേറെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. തറവായിട്ട് പഠിക്കുക, കണ്ടീഷൻസ് എന്താന്ന് പഠിക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്, അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്യും. ഒരു എക്സാമ്പിൾ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം. സി ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്, അൽ കലമു മക്സൂറുൻ. ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്. ഇതൊരു ജുംല ഇസ്മിയ. 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ, ഇടക്ക് ക്ലാസ് കട്ടായി പോകും. ഇതൊരു ജുംല ഇസ്മിയാണ്. ഈ ജുംല ഇസ്മിയ എന്ന് പറയാൻ കാരണം ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നൗൺ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ഇതിൽ രണ്ടിലും നോക്കിക്കോ, രണ്ടും ദമ്മയാണ്. കണ്ടോ, ഇത് രണ്ടും ദമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മുബ്തദയുടെയും ഖബറിന്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താ, ഇറ്റ് ഇസ് മർഫു. Okay, and this one is the first one is the mubtada. ആദ്യം വരുന്നതാണ് മുബ്തദ. ആൻഡ് മുബ്തദയുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഇറ്റ് ഇസ് മോസ്റ്റ്ലി മാരിഫ. മാരിഫ അല്ലേ ഇത്, അല്ലല്ലേ ഇത് ഡെഫിനിറ്റ് അല്ലേ. സോ ഇത് ഡെഫിനിറ്റ് ആണ്. ഇനി ഇറ്റ് കംസ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ്. യെസ്, ദിസ് ഇസ് കമ്മിങ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ് ആൻഡ് ഇറ്റ് ഇസ് മർഫു. ഇറ്റ് ഇസ് ഹാവിംഗ് ദമ്മ. സോ വാട്ട് ഇസ് ദിസ് ഇൻ ദ സെന്റൻസ്, അൽ കലമു. അപ്പൊ ഈ സെന്റൻസിൽ എന്താണ്, വേം പറ സമയമില്ല. എക്സാക്ട്ലി, ഇറ്റ് ഇസ് മുബ്തദ. അപ്പൊ നമ്മൾ ഈ സെന്റൻസിൽ മുബ്തദ ഐഡന്റിഫൈ ചെയ്തില്ലേ. ഇനി മക്സൂർ, ഈ അടുത്ത വാക്ക് നോക്ക്. ഖബറിന്റെ കണ്ടീഷൻസ് എടുക്ക്. ഖബറിന്റെ കണ്ടീഷൻസ് എന്താ, ഓൾവേസ് മർഫു. ഇത് മർഫു അല്ലേ, ദമ്മ കണ്ടില്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ ഇറ്റ് ഇസ് മോസ്റ്റ്ലി നക്കീറ. ഇത് നക്കീറയാണോ മാരിഫയാണോ, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? It's nakira, yes, and it comes second or later. ഈ സെന്റൻസ് എപ്പോഴാ വന്നേക്കണേ, സെക്കൻഡ് അല്ലേ വന്നിരിക്കുന്നേ, ഇത് കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നേ. അതും സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇറ്റ് ഇസ് എ ന്യൂസ് അബൌട്ട് ദ മുബ്തദ. മുബ്തദനെ കുറിച്ചുള്ള ന്യൂസ് ആണ്, എന്ന് വെച്ചാൽ പേനയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. പേന പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്, അപ്പൊ പേനയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. സോ ദിസ് ഇസ് എ ഖബർ. സോ ദിസ് അൽ കലമു ഇസ് എ മുബ്തദ ആൻഡ് മഖ്സൂറുൻ ഇസ് എ ഖബർ. സിമ്പിൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറ. ഇപ്പൊ കട്ടാവും. ഓക്കെ, ഇനി ബാക്കി ഇഷ്ടംപോലെ എക്സസൈസ് വരുന്നുണ്ട്. ഇറ്റ് വിൽ കം. സോ ചിൽ, റിലാക്സ്. നിങ്ങളുടെ ജോലി ഇത്രയേ ഉള്ളൂ, പഠിക്കാനുള്ളത് പഠിക്കുക, പഠിപ്പിച്ചത് പഠിക്കുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വഅതുബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ബാരിക വസല്ലം. അസ്സലാമു അലൈക്കും.